എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തിൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് പേപ്പർ 1 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ്? എന്താണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് കളക്ട്സ് ഫാക്ട്സ് ബൈ അണ്ടർസ്റ്റാൻഡ് ദി പ്രസൻറ്റ് സിറ്റുവേഷൻ. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ഇൻ്റർവ്യൂസ് ഓഫ് എക്സ്പേർട്ട്, സർവേസ് എക്സെട്ര. ഇറ്റ് കളക്ട്സ് ഫാക്ട്സ് ബൈ പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ക്വസ്റ്റനെയർ, ടെലിഫോണിക് ഇൻ്റർവ്യൂ എക്സെട്ര. ഇറ്റ് കളക്ട്സ് ഫാക്ട്സ് ബൈ ഗോയിങ് ഇൻ ദ പാസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പീരിയഡ്. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് റിട്ടൺ റെക്കോർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഡയറീസ്, ലെറ്റേഴ്സ്, ട്രാവലേഴ്സ് അക്കൗണ്ട്സ്, documents, etc. It collects facts by using common sense and also tries to solve practical problems. Source of information include surveys and interviews. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. It collects facts by going in the past in different period. Source of information includes written records, newspapers, diaries, letters, travelers accounts, documents, etc. ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, അതായത് കഴിഞ്ഞ കാലത്തിൽ നടന്ന ഏതെങ്കിലും ഇൻസിഡൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പാസ്റ്റിലോട്ട് സഞ്ചരിക്കുക, നമ്മൾ ഈ പ്രസൻറ്റിൽ നിന്നിട്ട് നമ്മൾ പാസ്റ്റിലോട്ട് സഞ്ചരിച്ച് അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യത്തെപ്പറ്റി നമ്മൾ റിസർച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷനായിട്ട് വരുന്ന റിട്ടൺ റെക്കോർഡ്സുകൾ, അതായത് ആ കാലഘട്ടത്തിൽ എഴുതിയ റെക്കോർഡുകൾ, അതുപോലെ തന്നെ ആ സമയത്തെ ന്യൂസ് പേപ്പേഴ്സ്, അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയ ഡയറി കുറിപ്പുകൾ, ലെറ്റേഴ്സ്, പിന്നെ ട്രാവലേഴ്സ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെയാണ്. അതായത് നമ്മൾ പാസ്റ്റിലെ കാര്യത്തിനെ പറ്റി പഠിക്കുകയാണ്, പ്രസൻറ്റിൽ ചെയ്യുന്നതുകൊണ്ട് പാസ്റ്റിലെ കാര്യത്തെപ്പറ്റി പഠിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ഇൻ നമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോഡലിംഗ് അപ്രോച്ച് ഓഫ് റിസർച്ച് ഡിസൈൻ? റിസർച്ച് ഡിസൈനിലെ മോഡലിംഗ് അപ്രോച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റിസർച്ച് പ്രോബ്ലം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ മാത്തമാറ്റിക്കൽ മോഡൽ. സൊല്യൂഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് മോഡൽ. ദർ ഈസ് നോ റിസർച്ച് പ്രോബ്ലം ഇൻ ദിസ് അപ്രോച്ച്. സൊല്യൂഷൻ ആൻഡ് കൺക്ലൂഷൻ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഒബ്ജക്റ്റീവ്സ്. ദ റിസർച്ച് പ്രോബ്ലം ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ സബ്ജക്റ്റീവ് മാനർ. സൊല്യൂഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ റിസർച്ച് ക്വസ്റ്റ്യൻസ്. ദ റിസർച്ച് പ്രോബ്ലം ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് മാനർ. സൊല്യൂഷൻ ആൻഡ് കൺക്ലൂഷൻ ആർ derived from the research methodology. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. The research problem is represented by a mathematical model. Solution and conclusion are derived from that model. അതായത് നമ്മൾ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തെ നമ്മളൊരു മോഡലായിട്ട് കാണിക്കുകയാണ്. എന്നിട്ട് ആ മോഡലിൽ നിന്നാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ റിസർച്ച് ഡിസൈനിലെ മോഡലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്വസ്റ്റനെയർ? എന്താണ് ക്വസ്റ്റനെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡേറ്റ അനാലിസിസ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് എ ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ഡേറ്റ കമ്പയറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ദ അനാലിസിസ് ആൻഡ് റിസൾട്ട് ഫൈൻഡിങ് ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ക്വസ്റ്റനെയർ? ക്വസ്റ്റനെയർസിൽ വഴി നമ്മൾ ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഓപ്ഷൻ 2 ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ടൂളാണ് ഈ ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. നമ്മളൊരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ഏതൊരാളിൽ നിന്നാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്, ആ ഡേറ്റ കിട്ടാനായിട്ട് നമ്മൾ അയാളെ സമീപിക്കുന്നു, അതിനുശേഷം അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. Next question, which of the following statements A to D most appropriately explains research ethics? താഴെ കൊടുത്തിരിക്കുന്നതിൽ റിസർച്ച് എത്തിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ഹൗ ടു റൈറ്റ് റിസർച്ച് റിപ്പോർട്ട് ഫ്ലോലെസ്ലി. ഇറ്റ് ഗീവ്സ് ദ മെത്തഡോളജി ഓഫ് researching within social norms. It provides a common set of do's and don'ts conducting an ethical research. It protects the right and welfare of research participants. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിസർച്ച് എത്തിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു റിസർച്ച് റിപ്പോർട്ട് ഫ്ലോലെസ്ലി എഴുതാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോഷ്യൽ നോംസിൽ നിന്നുകൊണ്ടുള്ള റിസർച്ച് മെത്തഡോളജീനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഈ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഒരു കളക്ഷനാണ്. റിസർച്ച് പാർട്ടിസിപ്പൻസിൻ്റെ റൈറ്റും വെൽഫെയറും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് റിസർച്ച് എത്തിക്സ് എന്നിങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് സിയും ഡിയും ആണ്. അതായത് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്
ഒരു കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതായത് നമ്മൾ ഒരു റിസർച്ച് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതുമായിട്ടുള്ള ഒരു കാര്യങ്ങളുടെ കളക്ഷനാണ് നമ്മൾ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് റിസർച്ച് എത്തിക്സിൽ യാതൊരുവിധ എത്തിക്കൽ ഒരു രീതിയിലുള്ള വയലേഷൻസ് പാടില്ല. എല്ലാം കൃത്യമായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആരുടെയും ആരുടെയും പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ ഡേറ്റകൾ വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻസിലെ ഡേറ്റയിലൊന്നിനും നമുക്ക് കള്ളത്തരങ്ങൾ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസിനാണ് നമ്മൾ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. റിസർച്ച് പാർട്ടിസിപ്പൻസിൻ്റെ വെൽഫെയറും റൈറ്റുകളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഈ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ റൈറ്റ്സും വെൽഫെയറും ഒക്കെ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അനാലിസിസിലൊന്നും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പാടില്ല. ടൂളുകളൊക്കെ കൃത്യമായിട്ട് ഇരിക്കണം. ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ നമ്മുടേതായ അതായത് റിസർച്ചറിൻ്റേതായ യാതൊരുവിധ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നതാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമ്പർ ഓഫ് ട്രയൽസും പ്രോബിലിറ്റി ഓഫ് സക്സസ്സുമാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പം നമുക്ക് ഇവിടെ മീൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു 4 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതായത് ഇവിടെ മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫോർമുലയുണ്ട്. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ നമ്പർ ഓഫ് ട്രയൽസ് എന്നിലും തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് സക്സസ് പിയിലും തന്നിട്ടുണ്ട്. അപ്പം മീൻ n ഇൻറ്റു പി ആണ്. അപ്പം 60 ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു 12.8 എന്ന് കിട്ടും. ബി എന്ന് പറയുന്നത് 21 ആണ്. n പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. സോ 21 ഇൻറ്റു 0.6 ഈസ് ഈക്വൽ ടു 12.6. സിയുടെ n 30 ആണ്. പി 0.7 ആണ്. 30 ഇൻറ്റു 0.7 ഈസ് ഈക്വൽ ടു 9.1. ഡി ഈസ് ഈക്വൽ ടു n 23 ആണ്. പി 0.4 ആണ്. 23 ഇൻറ്റു 0.4 ഈസ് ഈക്വൽ ടു 9.2. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ? താഴെ കൊടുത്തിരിക്കുന്നതിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജേർണലിസ്റ്റ്, അഡ്വർടൈസർ, ന്യൂസ് റീഡർ, സ്മാർട്ട് ഫോൺ. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ 4 ആണ്. സ്മാർട്ട് ഫോൺ ആണ്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ഗാഡ്ജറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ജേർണലിസ്റ്റ്, അഡ്വർടൈസർ, ന്യൂസ് റീഡർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ. അതായത് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ വരുന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗാഡ്ജറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി? അതായത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ, ന്യൂസ് റീഡർ, ഇമെയിൽ, വാട്സപ്പ്. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 3 ആണ്. ന്യൂസ് റീഡർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂസ് റീഡർ അതുപോലെ തന്നെ അഡ്വർടൈസർ, ജേർണലിസ്റ്റ് എന്നിവരൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ എന്ന് പറയണത്. സ്മാർട്ട് ഫോൺ, ഇമെയിൽ, വാട്സപ്പ് എന്നിവയെല്ലാം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. സ്മാർട്ട് ഫോൺ നമുക്ക് ഗാഡ്ജറ്റായിട്ടും പരിഗണിക്കാം. അതുപോലെ തന്നെ അത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. സ്മാർട്ട് ഫോൺ, ഇമെയിൽ, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ്. പക്ഷേ ന്യൂസ് റീഡർ പ്രൊഫഷണലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജി ഓഫ് റിലീസ് ഓഫ് ദ ഫോളോയിങ് ഫിലിംസ് ഫ്രം ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന സിനിമകളുടെ റിലീസ് അനുസരിച്ച് അതിനെ ക്രോണോളജിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അലംറ, ദോ ബിംഗ സമീൻ, രാജ ഹരീഷ് ചന്ദ്ര, ഗരം ഹവ, ഷോളെ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ആദ്യം രാജ ഹരീഷ് ചന്ദ്ര വരും, അലംറ വരും, ദോ ബിംഗ സമീൻ വരും, ഗരം ഹവ വരും, ഷോളെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് എമംഗ് ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതായത് ഫിലിമിന് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമല്ലോ, അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഷൂട്ടിങ്, കൺഫർമേഷൻ മിഡിൽ, ബിഗിനിങ് സെറ്റപ്പ്, എഡിറ്റിംഗ്, റെസൊല്യൂഷൻ, എൻഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് കൺഫർമേഷൻ മിഡിൽ, അതുപോലെ തന്നെ ബിഗിനിങ് സെറ്റപ്പ്, റെസൊല്യൂഷൻ, എൻഡ് എന്നിവയൊക്കെയാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ വരുന്നത്. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ എന്താണ്? അത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഷൂട്ടിങ്ങും അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ഒക്കെ വരുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ സമയത്തൊരു മിഡിലുണ്ടായിരിക്കും, ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കും, മിഡിൽ ഉണ്ടായിരിക്കും, എൻഡ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1
സിറ്റീസാണ് ന്യൂഡൽഹി, പൂനെ, നൊയ്ഡ, ലക്നൗ. ലിസ്റ്റ് 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാരതേന്ദു നാട്യ അക്കാദമി, ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിംസ് ആൻഡ് TV, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമാസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ന്യൂഡൽഹിയിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പൂനെയിലാണ് നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, നൊയ്ഡയിൽ ആണ് ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിം ആൻഡ് TV, ലക്നൌവിലാണ് ഭാരതേന്ദു നാട്യ അക്കാദമി. 1975 ആരംഭിച്ച ഭാരതേന്ത്യ നാട്യ അക്കാദമി ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇതൊരു തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1993 ഡോക്ടർ സന്ദീപ് ആരംഭിച്ച ഒരു പ്രൈവറ്റ് മീഡിയ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിം ആൻഡ് TV എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സിനിമാറ്റിക് ഹെറിറ്റേജ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് 1964 ആരംഭിച്ച ഒരു പ്രീമിയർ ഓർഗനൈസേഷനാണ് നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ. ഇത് പൂനെയിലാണ്. സംഗീത നാടക അക്കാദമി 1959 ആരംഭിച്ച ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. ഇത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1975 ഇത് ഇൻഡിപെൻഡൻ്റ് ആയത്. സോ നമ്മളിന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെയും കമ്മ്യൂണിക്കേഷനിലെയും 10 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്